ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അതായത് ഉമ്മ വീട്ടിലില്ലാത്ത ദിവസം ഞാനൊക്കെ എങ്ങനെയൊക്കെയാണ് എൻ്റെ പണികൾ പെട്ടെന്ന് ഒരു 10 മണിയാകുമ്പോൾ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ വേഗം ചായ വെക്കും കേട്ടോ. ഉപ്പാക്കുള്ള ഒരു പാൽ ചായയും പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വെക്കും. അപ്പം നിലവിൽ ഇപ്പോൾ ആർക്കും ആവശ്യമില്ല, ഞങ്ങളിപ്പോൾ രണ്ടാളല്ലേ ഉള്ളൂ, ഉമ്മ വീട്ടിലില്ലല്ലോ. അപ്പോൾ അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വെള്ളമാണ്. അതായത് നമ്മളെ മിൻറ്റും അതുപോലെ ഉലുവ ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നേരെ വേഗം എന്ത് ചെയ്യും, ചോറ് വെക്കും. ഇതാണ് കേട്ടോ എനിക്ക് ടാസ്കിൽ, വേറെ ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾ അടുപ്പിലാണ് വെക്കൽ. പിന്നെ നമുക്ക് ഗ്യാസിൽ വെക്കാൻ നമ്മൾ വെക്കാറില്ല, കാരണം ബയോഗ്യാസൊക്കെ നമുക്ക് വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോത്തിൽ എന്ത് ചെയ്ത് അവൾ എണീറ്റു കേട്ടോ. അവൾ സാധാരണ അമ്മ ഉണ്ടാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും എണീക്കൂല. അമ്മ ഇല്ലാത്ത ദിവസമാണ് വേഗം എണീക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 8 മണിൻ്റെ മുന്നേ എണീറ്റിട്ടുണ്ട്. അപ്പോഴത്തെ പിന്നെ ആ മീൻ ഞാൻ പുറത്തെടുത്ത് വെച്ച് ഉമ്മ ഇന്നലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തേക്ക് ഞാൻ വിചാരിച്ചു നമ്മളെ എന്താ അതിനെന്താ പറയുക, സൂചി ഗോതമ്പ് ഉണ്ടല്ലോ, ഗോതമ്പ് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതവിടെ വെച്ചിരുന്ന് അവളും കഴിക്കും. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വെള്ളം അത് ഞാൻ വെറും വയറ്റിലാണ് കേട്ടോ കുടിക്കൽ, അതും കുടിച്ചു. അങ്ങനെ തായി കുറച്ച് ഞാൻ വിചാരിച്ചു വെണ്ടക്ക കറിയും പയറുപ്പേരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മളത് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഗോതമ്പ് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെള്ളം ഒരു തലക്കിൽ തിളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം അവിടെ അരി ഇട്ടിട്ടോ. അരി ഇട്ടിട്ട് പിന്നെ എന്താ പച്ചക്കറിയൊക്കെ അപ്പോഴത്തേന് വേഗം അരിഞ്ഞ് വെച്ചു. അവളെ ഞാൻ അവിടെ കിടത്തിയിട്ടാട്ടോ വന്നിട്ടുണ്ടായത്. ഇതാ പയറും അരിഞ്ഞ് വെച്ചു. പിന്നെ വെണ്ടക്ക ഞാൻ തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കണത്, അതുകൊണ്ടാണ് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുള്ളത്. പിന്നെ അധികം ആളില്ലല്ലോ, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. പിന്നെ ഓക്ക് ഞാനിതാ TV ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണുണ്ട് കേട്ടോ, അവളിങ്ങനെ പൊത്തി വെക്കണേ. അപ്പം ഞാൻ ഗോതമ്പ് വാങ്ങി വെച്ചിട്ട് വേഗം അടുപ്പിൽ തന്നെ ചെയ്തു, പയറും വെച്ചു. അപ്പോക്കും അത് വെന്തതിന് ശേഷം ഞാൻ അവൾക്കുള്ള കഞ്ഞി അരി ഗ്യാസിൽ വെച്ചു. പിന്നെ അപ്പോഴേക്കും മീൻ ഇതാ തണുപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം മസാല പുരട്ടി വെച്ചു. അതൊക്കെ എൻ്റെ ഏകദേശം പണി ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എനിക്കെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാനാണ് ഇഷ്ടം. പക്ഷേ അവൾക്കും കൂടി കൊടുക്കണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം എനിക്കും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്ക് കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈമോൾ TV കണ്ടിരിക്കും. ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും. TV കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം എനിക്ക് പണികളൊക്കെ തീർക്കാം. അങ്ങനെ ഞാൻ വേഗം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. എനിക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം. പിന്നെ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി അടുക്കള നന്നാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വേഗം എൻ്റെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഇനി കറിയിലേക്ക് തേങ്ങ അരക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി. അപ്പം അത് കഴിഞ്ഞ് അവളവിടെ കിടക്കട്ടെ. അപ്പോഴത്തേനും അവൾ പുതപ്പൊക്കെ കൊണ്ടുവന്ന് അവളവിടെ കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം തുടക്കാമെന്ന്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തീരും വേണം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും എനിക്ക് വേഗം ഒരു 10 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണി വേഗം തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലെ. അപ്പോൾ ദാ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞു. ഞാൻ പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ട്ടോ. അപ്പം മുറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനിതാ വെണ്ടയ്ക്കയും പരിപ്പൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കഞ്ഞിയും കറിയും അതുപോലെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറ് ഇതാ ഞങ്ങളിതാ ഇവിടെ അടുപ്പിലാണ് എന്നെ വെക്കലാണ് കേട്ടോ. ഊറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടാളുകളെയും ഇവിടെ കുറേ ചോറ് വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ പൂച്ച വരുമ്പോഴും കാക്ക വരുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറേ ചോറ് വെച്ചേക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അടുപ്പിലാണ് വെക്കൽ എന്നുള്ളത്. അങ്ങനെ ഇതാ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ ബയോഗ്യാസ് ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിനൊരു സ്റ്റൗ ആണ് ഇട്ടുള്ളത് ബയോഗ്യാസിന്. അപ്പം നമ്മൾ ഏകദേശം എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഓളിങ്ങനെ അതിൻ്റെ ഇടയിൽ പല ആവശ്യത്തിന് വന്നുകൊണ്ടിരിക്കും, ഓരോ കളിപ്പാട്ടം എടുത്തുകൊണ്ട് നിൽക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിങ്ങനെ പരത്തിയിടണ്ട വിചാരിച്ചിട്ട് ഓരോന്ന് എന്ത് ചെയ്യും, കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇടും കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യല്. എല്ലാ സാധനവും ഇതിലാണ് ഇട്ട് വെക്കും. എന്നിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതായത് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ സ്ഥലത്ത് വെക്കും. അപ്പം അത്രയാണ് വിശേഷം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുളിച്ച് കഴിയുക, അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് മീൻ പൊരിക്കാണ്ടിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്.